ഈ ലാബാണ് നമ്മൾ ചെയ്തത് അല്ലേ? അതെ അതെ. നോട്ടൊക്കെ നമ്മൾ നോട്ട് ചെയ്തില്ലേ? ഇതൊക്കെ എടുത്തല്ലേ? പ്രിയംഷൻ വരെ നമ്മൾ പറഞ്ഞു, റൈറ്റ്? അതെ അതെ. ഇനി HSRP-ക്കകത്ത് തന്നെ വരുന്ന അടുത്തൊരു മെക്കാനിസമാണ് HSRP ഇന്റർഫേസ് ട്രാക്കിംഗ് എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലാൻ ഇന്റർഫേസ് ഡൗൺ ആയാൽ, ഓക്കെ, ഒരു ലാൻ ഇന്റർഫേസ് ഡൗൺ ആയാൽ അടുത്ത ലാൻ ഇന്റർഫേസ് വഴി നമുക്ക് എന്ത് കിട്ടും? സർവീസ് കിട്ടും. മീൻസ് ഇന്റർനെറ്റ് ആണെങ്കിൽ ഇന്റർനെറ്റ് നമുക്ക് കിട്ടുമായിരുന്നു അല്ലെ? ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, വാൻ ഇന്റർഫേസ് ഡൗൺ ആയി ഇമാജിൻ ചെയ്യാം. ഏത് ഇന്റർഫേസ് ആണ്? വാൻ ഇന്റർഫേസ്. ഈ കാണുന്ന ഇന്റർഫേസ് ആണ് ഡൗൺ ആയതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡിവൈസ്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഏത് വഴി തന്നെ പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും? R2 വഴി തന്നെയാണ് നമ്മുടെ ഈ ഡിവൈസ് വഴി തന്നെ പോകാൻ ട്രൈ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്റർനെറ്റ് കിട്ടുമോ നമുക്ക്? ഇല്ല, ബിക്കോസ് നമുക്ക് വെളിയിൽ പോകാൻ സാധിക്കില്ല. പക്ഷെ ആ വിവരം ആരറിയുന്നില്ല? ഈ ലാൻ ഇന്റർഫേസിനകത്തുള്ള ലാൻ ഇന്റർഫേസ് ഡൗൺ ആയതുകൊണ്ട് പ്രോട്ടോകോൾ അവിടെ ഡൗൺ ആയിട്ടില്ല. പ്രോട്ടോകോൾ ഡൗൺ ആണോ? ഇപ്പൊ എക്സാമ്പിൾ EAGRP അവിടെ ഡൗൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാക്കറ്റുകൾ PC-യിൽ നിന്ന് നേരെ ഏത് IP വഴി ട്രൈ ചെയ്യും വെളിയിലോട്ട് പോകാൻ? ഈ കാണുന്ന ഗേറ്റ് വഴി തന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഇന്റർനെറ്റ് കിട്ടുകയുമില്ല, നമ്മള് ലോക്കൽ IP, അതായത് നമ്മുടെ ഡിവൈസിന്റെ വിർച്വൽ IP ചേഞ്ച് ആവുന്നതുമില്ല, നമുക്ക് അതിലൂടെ പോകാനും കഴിയുന്നില്ല. അങ്ങനെ പോയിന്റ് മനസ്സിലായോ? അപ്പൊ അതൊരു ഡ്രോബാക്ക് അല്ലേ? അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പ്രകാരം ലാൻ ഇന്റർഫേസ് ഡൗൺ ആയാൽ ഓട്ടോമാറ്റിക്കലി പ്രയോറിറ്റി ബേസ്ഡ് അടുത്ത ലാൻ ഇന്റർഫേസ് പിക്ക് ചെയ്ത് പോകും. അത് നമുക്കറിയാം. സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി നോക്കിയിട്ട് പിക്ക് ചെയ്തു പോകും. എന്നാൽ വാൻ ഇന്റർഫേസ് ഡൗൺ ആയാൽ എന്ത് സംഭവിക്കില്ല? അടുത്ത ലാൻ ഇന്റർഫേസ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യില്ല. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? HSRP ഇന്റർഫേസ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സിംപ്ലി ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ ലൈൻ പ്രോട്ടോകോൾ നമ്മൾ നോർമലി റൗട്ടർ ടു റൗട്ടർ കണക്ഷൻ പോകുന്ന കണക്ഷൻ, അല്ലെങ്കിൽ നോർമലി ഉള്ള കണക്ഷൻ വിളിക്കുന്ന ലൈൻ പ്രോട്ടോകോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ലൈൻ പ്രോട്ടോകോൾ ഡൗൺ ആയാൽ, മീൻസ് ഈ ഇന്റർഫേസ് ഡൗൺ ആയാൽ, ഇപ്പൊ നിലവിൽ എത്ര നമ്മുടെ പ്രയോറിറ്റി ഉള്ളത്? ഫസ്റ്റ് ഡിവൈസിന് കൊടുത്തിരിക്കുന്നത് 200 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ്, എന്തേലും കാരണവശാൽ ഈ ലിങ്ക് ഡൗൺ ആയാൽ, മീൻസ് ലൈൻ പ്രോട്ടോകോൾ ഡൗൺ ആയാൽ, ഓട്ടോമാറ്റിക്കലി ഈ റൗട്ടറിന്റെ പ്രയോറിറ്റിയിൽ നിന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പ്രയോറിറ്റിയിൽ നിന്നും എത്ര കുറയണം? എക്സാമ്പിൾ ഒരു 60, ബിക്കോസ് നമ്മുടെ അടുത്ത പ്രയോറിറ്റി എത്രയായിരുന്നു? 150 ആയിരുന്നു. അയാളെക്കാളും കുറഞ്ഞാലേ എന്ത് സംഭവിക്കുള്ളൂ? അടുത്ത റൗട്ടർ പിക്ക് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ഒരു 60 കൊടുത്തു. ഇതിൽ നിന്നും ഓട്ടോമാറ്റിക് 60 കുറയും. അപ്പൊ ഇയാളുടെ പ്രയോറിറ്റി എന്തായി മാറും? 140. R2ന്റെ എക്സാമ്പിൾ എന്തായി മാറും? 140 മാറും. എന്ന് വെച്ചാൽ ആരെക്കാളും കുറവാണ്? 150. അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രിയംഷൻ റൺ ചെയ്യുന്നു. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളെ പിടിച്ച് എന്ത് ചെയ്യുന്നു? ആ വഴി നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലോജിക് എന്ന് പറയുന്നത്. വീഡിയോ വാൻ ഇന്റർഫേസ് ഡൗൺ ആയാലും നമുക്ക് സൊല്യൂഷൻ കിട്ടണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രകാരം ലാൻ ഇന്റർഫേസ് ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ അടുത്ത ഇന്റർഫേസ് പിക്ക് ചെയ്യാമെന്നായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? വാൻ ഇന്റർഫേസ് ഡൗൺ ആയാലും ഓട്ടോമാറ്റിക്കലി അടുത്ത സർവീസ് പ്രൊവൈഡറിനെ പിക്ക് ചെയ്ത് പോകണം. അതിനുള്ള ടാസ്ക് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കമാൻഡ്സ് കൊടുക്കാം. ഓൾഡർ സീരീസ് ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ സീരീസ് റൗട്ടേഴ്സിനനുസരിച്ചായിരിക്കും. അപ്പം ഇന്റർഫേസിനകത്ത് കയറുന്നു, സ്റ്റാൻഡ് ബൈ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മേലെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ, ആ നമ്പറിന് ഇട്ട് കൊടുക്കുക. ട്രാക്ക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ഏത് ഇന്റർഫേസ് ഡൗൺ ആയാൽ, S1/0 പറയുന്ന ഇന്റർഫേസ് ഡൗൺ ആയാൽ അയാളിൽ നിന്ന് ഡിക്രിമെന്റ് വാല്യൂ ഒരു 60 അങ്ങോട്ട് കുറച്ചേക്കും. ക്ലിയർ? ഒരു 60 അങ്ങ് കുറച്ചേക്കും. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു കമാൻഡ് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. അപ്പം ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ ഇല്ല, ചെറിയൊരു വ്യത്യാസം. ട്രാക്ക് കോൺഫിഗറേഷൻ മോഡിനകത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു നമ്പർ എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം കോൺഫിഗറേഷൻ മോഡിൽ നിന്ന് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ?
ഈ ലൈൻ പ്രോട്ടോക്കോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷം നമ്മൾ ഏതിനകത്ത് കയറുന്നു, നമ്മുടെ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് ഈ ട്രാക്കിന് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാം. ചില സീരീസിനകത്ത് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. മേലെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓൾഡർ മെത്തേഡാണ്. അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതായാൽ എന്ത് ചെയ്യാം, ഈ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ചെയ്യാം. ആദ്യം എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ട്രാക്കിനെ നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം, HSRP-കകത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പം ഈ ട്രാക്കിലോട്ട് എന്താ സംഭവിക്കുക, ഈ ഇന്റർഫേസ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ട്രാക്കിനെ അറിയിക്കും, ട്രാക്ക് 2-നെ അറിയിക്കും. ഇപ്പൊ ട്രാക്ക് 2-നെ അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൗട്ടർ എന്ത് ചെയ്യും, അതിൽ നിന്നും എത്രയാണോ നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത് അത് അങ്ങോട്ട് കുറയ്ക്കും. ഇതാണ് നമ്മളിപ്പോ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ലാബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇത് കഴിഞ്ഞാൽ HSRP ഇന്റർഫേസ് ട്രാക്കിംഗ് കഴിഞ്ഞാൽ HSRP-കകത്ത് തന്നെ വരുന്ന അടുത്തൊരു മെക്കാനിസം ആണ് ശ്രദ്ധിക്കുക, HSRP ലോഡ് ബാലൻസിങ്. ഓക്കെ, എന്തായാലും ആ ലാബ് ചെയ്തിട്ട് പറയും. ഈ രണ്ടും കൂടി കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയല്ലേ ചെയ്തത്? അല്ല സാറ്, കഴിഞ്ഞ ദിവസം ഞാനായിരുന്നു ചെയ്തത്. ഞാനുണ്ടോ കയ്യില്? പക്ഷെ എൻ്റെ കയ്യിൽ ആ ലാപ്ടോപ്പ് ഇല്ല. ഞാനിപ്പോൾ ക്രോം ബുക്കിൽ നിന്ന് കയറിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. വേണമെങ്കിൽ ഫയല് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ തരാം. ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. HSRP ആ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കി. GNS3 ചെയ്ത ഫയൽ എൻ്റെ ഉണ്ട്, അത് വേണമെങ്കിൽ അയച്ചു തരാം. അത് ഞാൻ തന്ന വേർഷൻ തന്നെയല്ലേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതോ? അത് GNS3 തന്നെ, സെയിം തന്നെ. ഇതിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. റൂമിൽ ഒരു ആണോ? ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഫയൽ അറ്റാച്ച് ചെയ്യാൻ. ട്രൈ ചെയ്ത് നോക്കും, അപ്പോഴത്തേക്ക് ഇത് ബൂട്ടായി വരട്ടെ. അവിടെ ചാറ്റിൽ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാറേ, അയച്ചിട്ടുണ്ടോ നോക്കാമോ? ആ സിപ്പ് ഫയലായിട്ട് അയച്ചാണ് കേട്ടോ, റാർ ഫയല്. ആ
ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നതിനകത്ത് കോൺഫിഗറേഷൻ സേവ് ആയിട്ടില്ല തോന്നുന്നു. ആ ഓക്കെ. അപ്പൊ നമുക്ക് പി സിക്കകത്ത് കയറിയിട്ട് ഓൾറെഡി പി സിക്കകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗേറ്റ് പിക്ക് ചെയ്ത് പോകുന്നു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു പി സി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓൺ ചെയ്തതിനു ശേഷം പ്രൈസ് നമ്മുടെ അല്ലേ .0.0.1 യെസ് 10.01 എന്ന് പറയുന്നത് നമ്മുടെ R2 എയർടെൽ റൗട്ടറിന്റെ കണക്ഷൻ ആണ്. യെസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർഫേസ് ട്രാക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. അപ്പം R2 റൗട്ടർ മീൻസ് നമ്മുടെ എയർടെൽ റൗട്ടറിനകത്ത് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി എയർടെൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ കമാൻഡ് ഒന്ന് പറഞ്ഞിട്ടാവും. ഫസ്റ്റ് കമാൻഡ് അതിനകത്ത് നമ്മള് ഏതായിരുന്നു? സ്റ്റാൻഡ് ബൈയുടെ. ഓക്കെ, അപ്പോൾ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് സ്റ്റാൻഡ് ബൈ 1 ട്രാക്ക് SM/060. F0/0 സ്റ്റാൻഡ് ബൈ 1 ട്രാക്ക് സീരിയൽ SM/060. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇന്റർഫേസ് S1/0 നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി ഷട്ട് ഡൗൺ ചെയ്ത്. അപ്പൊ അവിടെ നമുക്ക് മെസ്സേജ് ഉണ്ടോ, കാണുന്നുണ്ടോ, ഡൗൺ ആയി. ഇനി നമുക്ക് ഷോ സ്റ്റാൻഡ് ബൈ കോൺഫിഗറേഷൻ പറഞ്ഞു. ഷോ സ്റ്റാൻഡ് ബൈ. അപ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാം. ഏറ്റവും താഴെ കണ്ടു പ്രയോറിറ്റി എന്നുള്ളത് കോൺഫിഗർ ചെയ്തത് എത്രയായിരുന്നു, 200 ആണ്. അതിപ്പോ എത്രയും മാറിയിട്ടുണ്ട്, 148 മാറി. റീസൺ അവിടെ ട്രാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രാക്കിനകത്ത് എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ടിക്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പി സിക്കകത്ത് കയറി ചെക്ക് ചെയ്യുമ്പോൾ ഈ IP ചേഞ്ച് ചെയ്തിട്ട് 10.02 ആയി മാറും. സക്സസ്. അപ്പോ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി പഴയ ആൾ തിരിച്ചു വന്നാലോ, SM/0 പ്രിയംഷൻ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി എഗെയിൻ ആരായി മാറണം, എയർടെൽ ബെസ്റ്റ് ആയി മാറണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് അപ്പാക്കി ചെക്ക് ചെയ്ത് നോക്കാം. S1/0 no message. നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന കാണാം. സ്റ്റാൻഡ് ബൈ സ്റ്റേറ്റിൽ നിന്നും പുള്ളിക്കാരൻ എങ്ങോട്ട് പോയി, ആക്റ്റീവിലേക്ക് പോയി. ആക്റ്റീവിലോട്ട് റിസൾട്ട് പ്രവർത്തനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ നേരത്തെ ഇവിടെ 140 ആയിരുന്നു, ഇപ്പൊ പഴയതുപോലെ എന്തായി മാറിയിട്ടുണ്ട്, തിരിച്ച് 200 ആയി മാറി. അപ്പൊ നമ്മുടെ റിസൾട്ട് പ്രിയംഷൻ ചെയ്തുകൊണ്ട് ഈസിയിൽ നിന്ന് ട്രൈ ചെയ്യുമ്പോൾ അഗെയിൻ 10.01 ആയി മാറും. നമ്മളിപ്പോ നോക്കിയ ടോപ്പിക്കിന്റെ പേരാണ് HSRP ഇന്റർഫേസ് ട്രാക്കിംഗ്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വാൻ ഇന്റർഫേസ് ഡൗൺ ആയാൽ
അഥവാ ലൈൻ പ്രോട്ടോകോൾ ഡൗൺ ആയാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ പ്രയോറിറ്റിയിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര വാല്യൂ കുറയണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചോളും? വാൻ ഇന്റർഫേസ് ഡൗൺ ആയാലും നമുക്ക് കുഴപ്പമില്ല, അടുത്ത ഇന്റർഫേസ് പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഡെസ്റ്റിനേഷനോട്ട് റീച്ച് ചെയ്യാൻ മീൻസ് എന്താണോ ഇന്റർനെറ്റ് ആണെങ്കിൽ ഇന്റർനെറ്റ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ റീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇന്റർഫേസ് ട്രാക്കിംഗ് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മളതിനകത്ത് വരുന്ന അടുത്ത HSRP തന്നെ വരുന്ന അടുത്തൊരു കാര്യമാണ് HSRP ലോഡ് ബാലൻസ്. ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എല്ലാ ട്രാഫിക്കും ഇപ്പൊ നമ്മുടെ ഒരു 50 PC അല്ലെങ്കിൽ ഒരു 30 PC ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. ഈ 30 PCയും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? എയർടെൽ വഴിയായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റി അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? എയർടെൽ വഴി തന്നെ എല്ലാവരും പോകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബാക്കി 2 ഇന്റർനെറ്റ് കണക്ഷൻ വെറുതെ കിടക്കാൻ അല്ലേ? ബാലൻസ് 2 ഇന്റർനെറ്റ് കണക്ഷൻ അവിടെ എന്താണ്? വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അവരെ കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്താലോ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 10 പേര് എയർടെൽ വഴി പൊയ്ക്കോട്ടെ, രണ്ടാമത്തെ ടീംസ് ജിയോ വഴി പോട്ടെ, മൂന്നാമത്തെ ടീംസ് VI വഴി പോട്ടെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഡിവൈസസ് വരുന്ന ഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതായത് ലോഡ് ഷെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനിവിടെ ഒരു 3 HSRPയുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഐഡിയ പ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്നത്, താഴെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. 1 എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, ശ്രദ്ധിക്കുക. 1 എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് R2 ആണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? R2 ആണ് ആക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ജിയോ എന്താ നിൽക്കണം? എന്തെങ്കിലും കാരണവശാൽ എയർടെൽ ഡൗൺ ആയാലും അത് ജിയോ ഏറ്റെടുക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് R3 പറയുന്ന ജിയോ റൗട്ടർ ആയിരിക്കണം എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഗ്രൂപ്പ് 2ന്റെ ആക്റ്റീവ് ആയി നിൽക്കേണ്ടത്. R4 അഥവാ VI എന്തായി നിൽക്കണം? സ്റ്റാൻഡ് ബൈ നിൽക്കണം, മീൻസ് ബാക്കപ്പ് ആയി നിൽക്കണം. അതേപോലെ ഗ്രൂപ്പ് 3 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു? R4 അതായത് VI താങ്കളാണ് ഗ്രൂപ്പ് 3യുടെ ആക്റ്റീവ് റൗട്ടർ. എയർടെൽ റൗട്ടർ എന്തായിരിക്കണം? സ്റ്റാൻഡ് ബൈ ആയിരിക്കും, ബാക്കപ്പ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ട്രാഫിക് ഷെയർ ചെയ്തിട്ട് എല്ലാ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ബാക്കപ്പ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്താണ്? കുറച്ച് ലോഡ് കുറയുന്നതായിരിക്കും, കുറച്ച് ഇന്റർനെറ്റ് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കുറച്ച് സ്ലോ ആവും. ആ സ്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 1-2 കണക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന HSRP ലോഡ് ബാലൻസിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഇവിടെ നേരത്തെ ചെയ്ത അതേ സിന്റാക്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ എന്താ വന്നിരിക്കുന്നത്? 3 ഗ്രൂപ്പ് വന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ എന്താണ്? 3 ഗ്രൂപ്പുകൾ നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൗട്ടേഴ്സിനകത്ത് കയറിയിട്ട് 3 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈച്ച് ഗ്രൂപ്പിന് നമുക്ക് എന്താണ്? വേറെ വേറെ വിർച്വൽ IP നമുക്ക് വേണം. അപ്പോൾ ആക്റ്റീവും അതുപോലെ തന്നെ ഡിഫറെന്റ് റൗട്ടേഴ്സ് നമുക്ക് പിടിച്ച് എന്ത് ചെയ്യാം? ആക്റ്റീവും സ്റ്റാൻഡ് ബൈ ആക്കി നമുക്ക് മാറ്റാം. ഇനി അതിനുള്ള സിന്റാക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അപ്പൊ നോക്കുക, 3 റൗട്ടേഴ്സിനകത്തും കയറി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? 3 വിർച്വൽ IP ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വരയ്ക്കുന്നത് കാണുന്നില്ലല്ലോ? മൗസ് കാണുന്നുണ്ടോ? ഒരു ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് കണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 3 വിർച്വൽ IP ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് അഡീഷണൽ ആയിട്ട് വരുന്ന അതേ ഒരു കാര്യമുള്ളൂ, അല്ലാതെ പുതിയ കമാൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല. അഡീഷണൽ ആയിട്ട് എന്താണ്? ഒരു 3 വിർച്വൽ IP ക്രിയേറ്റ് ചെയ്യുക. എയർടെലിനകത്ത് കയറിയിട്ട് ദെൻ 3 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 3 പ്രിയംഷൻ കമാൻഡും പറഞ്ഞു കൊടുക്കണം. പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി എത്രയാണ്? 200 കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈ സെയിം റൗട്ടർ ഏതൊരു ഗ്രൂപ്പിന്റെ എന്താണ്? സ്റ്റാൻഡ് ബൈ ആണ്. ഏത് ഗ്രൂപ്പിന്റെ ആണ്? 3 എന്ന് പറയുമ്പോൾ VI റൗട്ടറിന്റെ സ്റ്റാൻഡ് ബൈ റൗട്ടർ. ഓക്കെ, അപ്പം അത് നമ്മൾ ഏറ്റെടുക്കുക. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രാഫിക് ആര് ഏറ്റെടുക്കണം? നമ്മൾ ഏറ്റെടുക്കണം, മീൻസ് എയർടെൽ ഏറ്റെടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർഫേസ് ട്രാക്ക് നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത റൗട്ടിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം? 10, 20, 30 ക്രിയേറ്റ് ചെയ്യുക. എല്ലാ റൗട്ടും കോമൺ കമാൻഡാണ്.
ഈ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ സെക്കൻഡ് കേസ് ജിയോ നമ്മൾ എന്തായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഗ്രൂപ്പ് 2ന്റെ ആക്റ്റീവ്. അപ്പോ 200 എന്ന് കൊടുക്കാം. ദെൻ ഈ സെയിം റൗട്ടർ വേറെ ആരുടെയോ, അല്ലെ, ആരുടെയാണ് 1 എന്ന് പറയുമ്പോൾ എയർടെലിന്റെ എന്താണ്, ബാക്കപ്പ് ആണ്. അതുകൂടി നമ്മളോട് പറഞ്ഞു. മൂന്നാമത്തെ റൗട്ടർ പറയുമ്പോൾ നമ്മുടെ VI റൗട്ടർ. VI റൗട്ടറിന്റെ പ്രത്യേകത എന്താ, അതിനകത്തും കയറിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രിയംഷൻ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഗ്രൂപ്പ് 3യുടെ ഓക്കെ VI എന്താണ്, VI ആക്റ്റീവ് ആണ്. ഇതേ സെയിം റൗട്ടർ വേറെ ആരുടെ ജിയോയുടെ എന്താണ്, ബാക്കപ്പ് ആണ്. ഇത്രയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് PCയുടെ അത് 30 PC നമ്മൾ കൊടുക്കുന്നില്ല, ഫസ്റ്റ് PCയുടെ ഗേറ്റ് നമ്മൾ എന്താക്കി മാറ്റണം, മീൻസ് ഗേറ്റ് എന്താക്കി മാറ്റണം, 10.0.0.10 ആക്കി മാറ്റണം. സെക്കൻഡ് PCയുടെ 20 ആക്കി മാറ്റണം. തേർഡ് PCയുടെ 30 ആക്കി മാറ്റണം. എന്നതിന് ശേഷം നമ്മൾ മൂന്നിനകത്ത് കയറി ട്രേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് PCയുടെ എന്തായിരിക്കണം, ട്രേസ് ചെയ്തതിലോട്ട് പോകണം, എയർടെൽ വഴി പോകണം. സെക്കൻഡ് PCയുടെ ജിയോ വഴി, തേർഡ് PCയുടെ VI വഴി. ഇങ്ങനെ പോയാൽ നമ്മൾ ചെയ്തത് എന്താണ്, സക്സസ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ പറഞ്ഞത്. വളരെ ഈസിയാണ്. 3 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ബോക്സ് പ്രകാരം ആ പ്രയോറിറ്റിയും കൂടി പറഞ്ഞു കൊടുക്കുക. അത് ആ ഗ്രീൻ കളറിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. നമുക്ക് ആദ്യം PCകൾക്ക് തന്നെ ഐറ്റം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് റൗട്ടർ അല്ലേ നമ്മുടെ, യെസ്, റൗട്ടർ എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ ഇത് കറക്റ്റ് ആണ്, ഇതിന്റെ മാറ്റേണ്ട ആവശ്യമില്ല അല്ലെ. ഇതിന്റെ 10.0.10 തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഇതിന്റെ ഗേറ്റ് വേ കറക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഡിവൈസ്, സെക്കൻഡ് PC. സെക്കൻഡ് PCക്കകത്ത് കയറിയിട്ട് ഇയാളുടെ എന്താക്കി മാറ്റണം, 20. പഴയത് പോയെന്നറിയില്ല, ഒന്ന് വരില്ല, മാറിയിട്ടുണ്ട്. IP ഡീഫോൾട്ട് ഗേറ്റ്, യെസ്. ഓക്കെ, ഇനി PC3. എയർടെൽ റൗട്ടിനകത്ത് കയറിയിട്ട് 3 വിർച്വലേക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്റർഫേസിനകത്തുള്ള എല്ലാ കോൺഫിഗറേഷനും ഡീഫോൾട്ട് ആക്കി. ഇന്റർഫേസ് F0/0 IP add 10.0.0.1 അല്ലേ, അതെ, 255.0.0. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു കൊടുക്കാം. എന്താണ് സർ, PCയുടെ IP 10.0.04 ആണ്. ആണോ? ഒരു മിനിറ്റ്, PC അല്ല അല്ലേ?
ഇത് എയർടെലിന്റെ ഏത് ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് റൗട്ടറിന്റെ ഇന്റർഫേസ് കറക്റ്റ് ആ ആണോ? റൗട്ടർ ഇന്റർഫേസ് പി കറക്റ്റ്. സിയുടെ ഐ പി ഓക്കെ, നമ്മൾ പി സിയുടെ ഐ പി അല്ലല്ലോ ചേഞ്ച് ചെയ്തത്, ഗേറ്റ് അല്ലേ ചേഞ്ച് ചെയ്തത്. ഓ മാറിപ്പോയി ഓക്കെ. നോ ഇഷ്യൂസ്. അപ്പോ തുടങ്ങാം. സ്റ്റാൻഡ് ബൈ 1 IP. ഫസ്റ്റ് വിർച്വൽ ഐ പി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10. യെസ്. സെക്കൻഡ് വൺ ഈ ഗ്രൂപ്പ് 2 മാറിപ്പോരുത്, ഗ്രൂപ്പ് 2. അതേപോലെ തന്നെ 30. തന്നെ സ്റ്റാൻഡ് ബൈ 1 preempt. Stand by 2 preempt. Stand by 3 preempt. ഇനി നമ്മൾ പ്രയോറിറ്റി പറഞ്ഞു കൊടുക്കണം. ഈ റൗട്ടർ തന്നെയാണ് 1ന്റെ ആക്റ്റീവ്, അതുകൊണ്ട് പ്രയോറിറ്റി സ്റ്റാൻഡ് ബൈ 1 പ്രയോറിറ്റി 200 തന്നെയാണ്. ദെൻ സെയിം റൗട്ടർ തന്നെ വേറെ ആരുടെയോ സ്റ്റാൻഡ് ബൈ ആണ്. ആരുടെയാണ്? ഗ്രൂപ്പ് 3ന്റെ അല്ലേ, VA-യുടെ അല്ലേ. യെസ്. ഈ റൗട്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത VA റൗട്ടർ ഇല്ല ജിയോ. ഓൾഡ് INT 0/0 replace F0/0. Add 10.0.0.0. And by 1 IP 10.0.0.10. By 1 preempt. ഇനി പ്രയോറിറ്റി പറഞ്ഞു കൊടുക്കാം. സ്റ്റാൻഡ് ബൈ 2 പ്രയോറിറ്റി സ്റ്റാൻഡ് ബൈ 1ന്റെ പ്രയോറിറ്റി കറക്റ്റ്. default replace F0/0. Replace F0/0. Add 10.0.0. Then stand by 1 IP 10.0.0.10. One preempt. 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 Priority പറഞ്ഞു കൊടുക്കാം.
സ്റ്റാൻഡ് ബൈ പ്രയോറിറ്റി സെയിം റൗട്ടർ തന്നെ ജിയോടെ സ്റ്റാൻഡ് 2 വിചാരിക്കുന്നു. PC ചെക്ക് ചെയ്ത് നോക്കാം. PC1 ട്രാഫിക് പോകുന്നത് 10.1 വഴിയാണ്, എയർടെൽ വഴിയാണ്. അപ്പോ പ്രൈസ് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ പോകുന്നത് കറക്റ്റ് ആയിട്ടാണ്. PC പ്രൈസ് 50.0.0. പുള്ളി പോകേണ്ടത് യെസ് പെർഫെക്റ്റ്. സെക്കൻഡ് ഡിവൈസ് വഴി തന്നെ ജിയോ വഴി തന്നെയാണ് പോകുന്നത്. യെസ്, അടുത്ത പുള്ളി 3 വഴി പോകും. പ്രൈസ് 50.0.0. യെസ്, പെർഫെക്റ്റ്. അപ്പോ നമ്മുടെ ലോഡ് ബാലൻസിങ് സക്സസ് ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ വെരിഫൈ ചെയ്യാം. അപ്പൊ 3 പേരും പോകുന്നത് 3 പാത്ത് വഴിയാണ്. പെർഫെക്റ്റ്, സമ്മതിച്ചു, എല്ലാം ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എയർടെലിന്റെ ലാൻ ഇന്റർഫേസ് ഡൗൺ ആക്കിയാൽ ഫസ്റ്റ് PC ഏതിൽ പോകണം? കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി പ്രകാരം PC1 പോയിക്കൊണ്ടിരിക്കുന്ന എയർടെൽ വഴിയാണ്. എയർടെലിന്റെ ലാൻ ഇന്റർഫേസ് ഞാൻ ഡൗൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് ബൈ ആരെ പറഞ്ഞിരിക്കുന്നത്? ജിയോ വഴി പോകണം. ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ എയർടെൽ F0/0 ഇന്റർഫേസ് ഞാൻ ഡൗൺ ആക്കുവാണ്. നല്ല മോഡ് ചേഞ്ച് ആയി. PC1 കയറിയിട്ടൊന്ന് ട്രൈസ് അടിച്ച് നോക്കാം. നേരത്തെ പോയിക്കൊണ്ടിരുന്ന 1 വഴിയാണ്. ഇനി പോലും കേട്ടോ ഓട്ടോമാറ്റിക്കലി അടുത്തത് പിക്ക് ചെയ്യാം. അപ്പൊ ലോഡ് ബാലൻസ് ഓക്കെ അല്ലേ? ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് പഠിക്കാം. HSRP നിങ്ങൾ പഠിച്ചു. HSRPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ. അപ്പൊ നമുക്ക് ബദൽ സംവിധാനമാണല്ലേ, ഓപ്പൺ സ്റ്റാൻഡേർഡ് കൂടി നമുക്ക് വേണം. അപ്പൊ ഇതേപോലെ വർക്ക് ചെയ്യുന്ന അടുത്ത ബാലൻസിങ് ആണ് റൗട്ടർ റിഡൻഡൻസി പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ VRRP എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ ഓപ്പൺ സ്റ്റാൻഡേർഡ്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ് പ്രത്യേകത വരുന്നത്? നമുക്ക് ആക്റ്റീവ് സ്റ്റാൻഡ് ബൈ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ്? ആക്റ്റീവ് മോഡ്സ് നമ്മൾ HSRPക്കകത്ത് പറഞ്ഞപ്പോൾ ഇവിടെ അതിന്റെ ജസ്റ്റ് ഒരു വ്യത്യാസം വരുന്നതാണ് മാസ്റ്റർ ബാക്കപ്പ്. അത്ര വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാം സെയിം ടോ തിയററ്റിക്കലി ബാക്കി എല്ലാം സെയിം. ടൈം ഡിലേ ഇവിടെ കുറച്ച് കുറവാണ്, 1 സെക്കൻഡിലാണ് അയക്കുന്നത്. പിന്നെ ഹോൾഡ് ചെയ്യുന്ന എത്രയാണ്? 3 സെക്കൻഡിലാണ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിയംഷൻ ബൈ ഡിഫോൾട്ട് എന്താണ്? എനേബിൾഡ് ആണ്. ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആണ്. പ്രത്യേകിച്ച് അഡീഷണൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈസി സ്റ്റെപ്സ് ആണ്. ജസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് ബൈ കൊടുത്തോടെ എന്ത് കൊടുത്താൽ മതി? മാറ്റിനകത്ത് പോലും ഒരു മാറ്റമില്ല കേട്ടോ, അങ്ങനെ കോപ്പിയാണ്. ഓക്കെ, ഇവിടെ മാത്രം മാറ്റമുള്ളൂ. ഓക്കെ, അവരുടെ പേര് വന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ, എല്ലാ സിന്റാക്സും മനസ്സിലായോ? എല്ലാ സിന്റാക്സും ഒരേപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും ഇല്ല. HSRP പോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മാനുവലി പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇന്റർഫേസ് ട്രാക്കിംഗ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം കോൺഫിഗറേഷൻ മോഡിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാക്ക് 2 പറഞ്ഞിട്ടുള്ള ട്രാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് എവിടെ പോയി അപ്ലൈ ചെയ്യുന്നു? ഇന്റർഫേസിനകത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നു.
ഇതുപോലെ HSRBക്കകത്ത് നമുക്ക് ഇതുപോലെ ഓതന്റിക്കേഷൻ കൊടുക്കാം. അതിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓതന്റിക്കേഷൻ കൊടുക്കാം. നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ സ്വിച്ചിലോട്ട് പോകുന്ന കണക്ഷൻ തന്നെ നമുക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നല്ലോ, സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? എല്ലാ കണക്ഷൻസും സ്വിച്ചിലോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ ഇന്റേണൽ പാർട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാം. എല്ലാവരും 3 റൗട്ടേഴ്സ് മാച്ച് ചെയ്യാൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവരുടെ പാക്കറ്റ്സ് പോകും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആവശ്യമില്ല. നിങ്ങൾ തന്നെ ലോജിക്കലും തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇവിടെ HSRPക്കകത്ത് ചെയ്ത പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇന്റർഫേസ് ട്രാക്കിങ്ങിനകത്ത് കോൺഫിഗറേഷൻ മോഡിനകത്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ആദ്യം ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ട്രാക്ക് നമ്മൾ അവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം. PRRPക്കകത്ത് ഇന്റർഫേസിനകത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്യണം. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതിനകത്ത് ലാബ് മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്തില്ലേ ലോഡ് ബാലൻസിങ് HSRPക്കകത്ത്, അതേ സംഭവം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. സെയിം ലാബ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് ട്രൈ ചെയ്യണം. ഓക്കെ, കമാൻഡ് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഒന്നും മാറ്റം വരുത്തേണ്ട. ആ സ്റ്റാൻഡ് ബൈ എന്നുള്ളത് എന്ത് മാത്രം കൊടുത്താൽ മതി, PRRP കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ മാറ്റം വരുന്നില്ല. ചെയ്യാം. അപ്പം ഇതും ചെയ്ത് നോക്കണം. മനസ്സിലായി? ഇപ്പോൾ ബൈ ഡിഫോൾട്ട് വരുന്ന ലാബ് ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റ് BC എല്ലാ ട്രാഫിക്കും പോകേണ്ട ഇത് വഴിയാണ്, നമ്മൾ എയർടെൽ വഴിയാണ് പോവുക. ഈ രീതിയിൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എയർടെൽ വഴിയായിരിക്കും എല്ലാവരും പോകുന്നത്. എന്നതിന് ശേഷം നമ്മൾ HSRPക്കകത്ത് ചെയ്തതുപോലെ ഇന്റർഫേസ് ട്രാക്കിംഗ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറിയിട്ട് ആദ്യം ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ട്രാക്കിൽ നമുക്ക് എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം? നമുക്ക് ഇന്റർഫേസിനകത്ത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. മൂന്നാമത് നിങ്ങൾ ലാബ് ചെയ്തോളൂ. ലോഡ് ബാലൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ചെക്ക് ചെയ്യാം. സ്റ്റാൻഡ് ബൈ എന്നുള്ളതെല്ലാം എന്ത് കൊടുത്താൽ മതി, ജസ്റ്റ് PRR. വേറെ യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. ഓക്കെ, ഒരു ലാബിനെ ചെയ്ത് നോക്കുന്നു. ഓക്കെ, റൗട്ടേഴ്സിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ IP ഒക്കെ ആദ്യം ചേഞ്ച് ചെയ്യണം. PCയുടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് PCയുടെ ചേഞ്ച് ചെയ്യണം. ഇതാക്കി മാറ്റണം എല്ലാവരുടെയും. പിന്നെ PCക്കകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. PC ഒക്കെ ഇരുന്നോട്ടെ. നമുക്ക് റൗട്ടറിനകത്ത് കയറിയിട്ട് എയർടെലിനകത്ത് കയറിയിട്ട് ഇന്റർഫേസിന് ഒന്ന് ഡീഫോൾട്ട് ആക്കിയേക്കാം. ഡീഫോൾട്ട് ഇന്റർഫേസ് F0/0 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനകത്തുള്ള എല്ലാ കോൺഫിഗറേഷൻ പൊക്കോളും. മീൻസ് HSRP കംപ്ലീറ്റ് ആ ഇന്റർഫേസിന് റിമൂവ് ആയിക്കോളും. ഇനി നമ്മൾ ഇന്റർഫേസ് F0/0 IP അഡ്രസ് 10.0.0.1 mask to 55.0.0.0, then PRRP 1, then IP 10.0.0.10. ഇനെന്തായിരുന്നു? PRRP 1 പ്രയോറിറ്റി അല്ലേ, പ്രയോറിറ്റി 200. പിന്നെന്തുണ്ടായിരുന്നല്ലോ, വൃത്തിയിലേക്ക് പറഞ്ഞു കൊടുത്തില്ല. ഈ 2 കമന്റിലുള്ളൂ. അതെ, ഭാഗത്ത് കയറാം. എക്സിറ്റ് default interface F0/0 interface F0/0 IP add 10.0.0.2
by dot 0 dot TRRP 1 P10 dot 0 dot 0 dot 10 TRRP 1 then priority 150. Right. EBI default AT 0/0 interface 0/0 add 10 dot 0 dot 0 dot 3 mask to 5 dot 0 dot s RRP 1 IP 10 dot 0 dot 0 RRP 1 priority content ഉണ്ട്. നമ്പർ കമാൻഡ് പറഞ്ഞു കൊടുത്ത് നമ്മൾ പീസിക്കകത്ത് വരുന്ന ട്രേസ് അടിക്കുക. എല്ലാ പോകേണ്ടത് 10.001 വഴിയാണ്. പോകുന്നത് 10.00 മീൻസ് എയർടെൽ വഴിയാണ് പോകുന്നത്. ഈ സെക്കൻഡ് പി സി കൂടി ചെക്ക് ചെയ്യാം. എല്ലാവരും പോകുന്നത് ഏത് വഴിയാണ്? എയർടെൽ വഴി തന്നെയാണ്. നമുക്ക് ഇന്റർഫേസ് ട്രാക്കിംഗ് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ട്രാക്കിംഗ് കമാൻഡ് ഒന്ന് പറയാമോ? ഔട്ട് ചെയ്തിട്ടുണ്ടോ? ട്രാക്ക് 2 അല്ലേ? ഇന്റർഫേസ് S1/0 പറ്റല്ലേ? ഏതാ? പ്രോട്ടോകോൾ ലൈൻ പ്രോട്ടോകോൾ അല്ലേ? ഓക്കെ. ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോട്ടോകോൾ ഡൗൺ ആക്കാം. S0 ഡൗൺ ആയിട്ടുണ്ട്. PC-കകത്ത് എടുത്ത് ട്രൈ ചെയ്യാം. 2 വഴി പോകണം. ഇന്റർഫേസ് ട്രാക്കിംഗ് ഇതാണ്. ക്ലിയർ? ഷോ വെരിഫൈ ചെയ്യുന്നത്
VRRP വെരിഫൈ ചെയ്യുന്ന കമാൻഡാണ്. നമ്മളിന്ന് HSRP-ക്കകത്ത് വരുന്ന ഇന്റർഫേസ് ട്രാക്കിംഗ് നോക്കി, ലോഡ് ബാലൻസ് നോക്കി, അതുപോലെ തന്നെ VRRP നമ്മൾ ട്രൈ ചെയ്തു. VRRP-ക്കകത്ത് ഇന്റർഫേസ് ട്രാക്കിംഗ് നമ്മൾ വെരിഫൈ ചെയ്തു. നമുക്ക് ഒരെണ്ണം കൂടി വരുന്നുണ്ട്, ഒരു റൺസ് പ്രോട്ടോകോൾ കൂടി നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് ട്രൈ ചെയ്യാം. ഇത്ര ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫൈൻ. ഓക്കെ.